നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വന്ന പേഷ്യൻ്റെ ഫയലാണ്. ഞാൻ ഈ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ തൈറോയ്ഡ് രോഗികളും, അത് നിങ്ങൾ ഏത് സിസ്റ്റത്തിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം ഇന്ന് വന്ന ഈ പേഷ്യൻ്റ് അത്രയധികം ബുദ്ധിമുട്ടുകൾ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. പ്രായം 42 വയസ്സേ ഉള്ളൂ. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അറിയാമോ? ഇവർക്ക് 20 വർഷമായി തൈറോയിഡിന്റെ പ്രശ്നം തുടങ്ങിയിട്ട്. അവര് ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്തത് 20 വർഷങ്ങൾക്ക് മുമ്പ് 100-ലാണ് തുടങ്ങിയത്. ഇന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ ഇവരുടെ ഗുളികയുടെ ഡോസ് എത്രയെന്നറിയാവോ? 280 mcg ആണ് ഇവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തൈറോയിഡിന്. ഇനി ഇത് കൂടാണ്ട് ഇവർക്ക് ഷുഗർ ഉണ്ട്. ഇൻസുലിൻ 20ഉം 10ഉം വെച്ചിട്ട് എടുക്കുന്നു. കൂടാതെ 3 ടാബ്ലറ്റുകൾ ഷുഗറിന് വേണ്ടി മാത്രം കഴിക്കണം. എന്നിട്ടും ഇവരുടെ HbA1c എത്രയെന്നറിയാമോ? 10.7. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 280. ഇനി BP-ക്ക് മരുന്ന് കഴിക്കുന്നു, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നു. ഫാറ്റി ലിവർ ഗ്രേഡ് 3 ആണ്. SGOT 100ഉം SGPT 180. ഇനി ഇത് അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാണ് ഫാറ്റി ലിവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫൈബ്രോസ്കാൻ അയച്ചിട്ടേ ഉള്ളൂ. ഫൈബ്രോസ്കാൻ ചെയ്തിട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ ഇനി അത് ഫൈബ്രോസിസിലേക്ക് പോയിട്ടുണ്ടോ. ഇനി ഇത് കൂടാണ്ട് IG 1700 ആണ്. ഇവർക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരും. അലർജി കൂടുമ്പോൾ അലർജിയുടെ ഗുളിക കഴിക്കും. ശ്വാസം മുട്ടൽ കൂടുമ്പോൾ സ്റ്റെറോയിഡ് ഇൻഹേലർ എടുക്കുന്നു. ഇനി ഇതൊക്കെ കൂടാതെ ഇവർക്ക് മറ്റൊരു പ്രധാന പ്രശ്നം, അവർ നമ്മുടെ അടുത്ത് വന്ന കാരണം തന്നെ ഇവർക്ക് ഹെവി ബ്ലീഡിംഗ് ആണ്. 10-15 ദിവസം നിൽക്കാതെ ബ്ലീഡിംഗ് ഉണ്ട്. മരുന്ന് കഴിച്ചിട്ടൊന്നും വലിയ മാറ്റമില്ല. സ്കാൻ ചെയ്തപ്പം ഫൈബ്രോയിഡ് ഉണ്ട്, കുറച്ച് സൈസ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി ഹോർമോൺ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല, നമുക്ക് സർജറി ചെയ്യാം, യൂട്രസ് റിമൂവ് ചെയ്യാം. യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതേ പ്രശ്നം ഷുഗർ കുറയ്ക്കണം. അതുകൊണ്ട് ഷുഗർ കുറച്ചിട്ട് വാ, സർജറി ചെയ്യാം. ഈ ഒരു സമയത്താണ് ആരോ നമ്മളെ പറ്റി അവരോട് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഷുഗർ കുറച്ച് സർജറി ചെയ്യാനായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നെ സർജറിക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അല്ലേ? കാരണം ബ്ലീഡിങ് നിന്നാൽ മതിയല്ലോ. ശരി, അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാ തൈറോയ്ഡ് രോഗികളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രായമുള്ളൂ ഈ പേഷ്യന്റ്. ഇവർ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇവിടെ വരെ നടന്നു വരുന്നത് കണ്ടിട്ടുണ്ടായ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടുമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഒരാളുടെ കണ്ടീഷൻ അല്ല, ഇതുപോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്ത്രീകൾ ഇതേപോലത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഈ 100-ൽ തുടങ്ങിയ ഗുളിക 280 വരെ കൂട്ടേണ്ടി വന്നേ? ശരിക്കും പറഞ്ഞാൽ ഒരു തൈറോയ്ഡ് എക്ടമി കഴിഞ്ഞ, അതായത് കംപ്ലീറ്റ്ലി തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് കളഞ്ഞ പേഷ്യൻസിന് പോലും അങ്ങേയറ്റം പോയ ഒരു 100-ന്റെ ഗുളിക കഴിച്ചാൽ മതി. ആ സാഹചര്യത്തിലാണ് 280-ന്റെ ഡോസ് കഴിക്കണത്. ഇത് കഴിച്ചിട്ട് ഇവരുടെ TSH എത്രയാണെന്നറിയാമോ? 10-ന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ അളവിലുള്ള ഗുളിക കൊടുത്തിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ഡോസിൽ കൊടുത്തിട്ട് പോലും ശരീരത്തിന് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? മറ്റു പ്രശ്നങ്ങൾ അവിടെ കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഹാഷിമോട്ടോസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം ഇവരുടെ തൈറോയിഡിന് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ കണ്ട പ്രശ്നങ്ങൾ എല്ലാത്തിനും തുടക്കം ഇവിടുന്നായിരുന്നു, തൈറോയിഡിൽ നിന്നായിരുന്നു അല്ലെ? അപ്പം തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വെറുതെ തൊണ്ടയിലിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ അടിമുടി എല്ലാ സിസ്റ്റങ്ങളെയും ഇത് ബാധിക്കും. ഒരു ഗ്രന്ഥിയാണ്, ഈ ഏതെങ്കിലും ഒരു ഗ്രന്ഥിക്ക്, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് മറ്റെല്ലാ ഗ്രന്ഥികളെയും ബാധിക്കും. ഇവർക്ക് കണ്ടില്ലേ, ഫാറ്റി ലിവർ, ഷുഗർ ഉണ്ട്, യൂട്രസിൽ പ്രശ്നമുണ്ട്, ഓവറീസിൽ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഈ പേഷ്യന്റിന് ഫാറ്റി ലിവർ വന്നത് ഏതെങ്കിലും ആയുർവേദ മരുന്ന് കഴിച്ചിട്ടാണോ? എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന 99% തൈറോയ്ഡ് രോഗികൾക്കും ഫാറ്റി ലിവർ ഉണ്ട്. ഇവരുടെ തൈറോയ്ഡ് ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നോണ്ടല്ലേ ഫാറ്റി ലിവർ വന്നേ. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ മദ്യം കുടിക്കുന്ന പോലെ അരിഷ്ടം മേടിച്ചു കുടിച്ചാൽ ഫാറ്റി ലിവർ വരെ ലിവർ അടിച്ചു പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ലാട വൈദ്യന്മാർ പച്ചമരുന്ന് അരച്ച് കലക്കി തന്നാൽ നിങ്ങളുടെ ലിവർ അടിച്ചു പോകും. അതിനെയൊക്കെ ആയുർവേദത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് പെടുത്തരുതേ. എന്തെങ്കിലും ഹെർബൽ മെഡിസിൻ യൂസ് ചെയ്തു എന്ന് കരുതിയാൽ ഒന്നും ആയുർവേദം ആകുന്നില്ല. ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ ഇക്വേഷൻസ് ഉപയോഗിക്കുന്ന പോലെയാണ്. ഒരു ചികിത്സയ്ക്ക് ആ ചികിത്സാ സൂത്രങ്ങളുണ്ട്. അത് അപ്ലൈ ചെയ്ത് ഈ അസുഖത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ആയുർവേദ ചികിത്സയാവുന്നുള്ളൂ. അല്ലാതൊക്കെ ഹെർബൽ മരുന്നുകളാണ്, ഹെർബൽ മെഡിസിൻസ് ആണ്. അതൊന്നും ആയുർവേദ ചികിത്സയാവുന്നില്ല. ഇപ്പൊ ഇവർ ഈ അടുത്ത് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിയത്? തൈറോയിഡിനെ ശരിക്കും കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഒന്നും വരില്ലായിരുന്നു. അതുകൊണ്ട് ഹോർമോൺ റീപ്ലേസ്മെന്റ് എന്നുള്ളത് നല്ല ഓപ്ഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് സിസ്റ്റത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയാലും നിങ്ങൾക്കൊരു 3-4 മാസം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണം. ഇവിടെ 20 വർഷമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് എന്തേ പ്രശ്നങ്ങൾ മാറിയില്ല? അല്ലെങ്കിൽ നിങ്ങളുടെ സിംറ്റം ഫ്രീ ആവാൻ പറ്റണില്ല? നിങ്ങളുടെ ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒന്നും മാറുന്നില്ല, മറ്റു പല പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഇവരൊരു മാസം മരുന്നിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നറിയാമോ? 12,000 രൂപ.
ഞാൻ ഈ പറഞ്ഞ മരുന്നുകൾ കൂടാണ്ട് ഇവർ സപ്ലിമെന്റുകളും കൂടി കഴിക്കുന്നുണ്ട്. എന്തൊക്കെ സപ്ലിമെന്റ് കഴിക്കണേ? വിറ്റമിൻ ഇ ഉണ്ട്, ഒമേഗ 3 ഉണ്ട്, സിങ്ക് ഉണ്ട്, സെലേനിയം ഉണ്ട്, വിറ്റമിൻ ഡി ഉണ്ട്. ഈ പറഞ്ഞ സപ്ലിമെന്റുകൾ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു ഡോക്ടർ തരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ സപ്ലിമെന്റിന്റെ കുറവുകൊണ്ടാണ് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാകുന്നത്, നിങ്ങൾ ഈ സപ്ലിമെന്റുകൾ കഴിച്ചാൽ മതി, തൈറോയ്ഡിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. എന്നിട്ട് എന്താ ഇവരുടെ പ്രശ്നം മാറാത്തെ? ഇവർക്ക് 280 എന്നുള്ള ഡോസ് വരെ എത്തേണ്ടി വന്നില്ല ഇത് കഴിച്ചിട്ടും. ഈ ഡെഫിഷ്യൻസി മൂലം അല്ല നിങ്ങൾക്ക് തൈറോയ്ഡിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അവിടെ തൈറോയ്ഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡെഫിഷ്യൻസികൾ വരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അബ്സോർപ്ഷൻ കാര്യങ്ങളൊന്നും ശരിയായി നടക്കുന്നില്ല, മെറ്റബോളിസം ശരിയല്ല. നിങ്ങൾ എത്ര വാരിക്കോരി കൊടുത്താലും അതിനെയും ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഡെഫിഷ്യൻസിനെ അല്ല, ഈ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണത്തെയാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത്. ഇവിടെ ഈ ഒരു കാരണത്തെ ചികിത്സിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ ചികിത്സിക്കുമ്പോൾ ബാക്കി പ്രശ്നങ്ങളെല്ലാം മാറും, അല്ലെങ്കിൽ എല്ലാം കുറയും. അറ്റ്ലീസ്റ്റ് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്കിലും എത്തണ്ടേ? 100% മാറ്റി കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ അവരുടെ അനുദിന കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്താൻ പറ്റുന്ന ഒരു ആരോഗ്യത്തിലേക്കെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ വെറുതെ കുറെ ട്രീറ്റ്മെന്റുകൾ എടുത്തുകൊണ്ടിരിക്കാണ്ട് വെറുതെ കുറെ മരുന്നുകൾ കഴിച്ചും പൈസ ചെലവാക്കി ആരോഗ്യം നശിപ്പിക്കുന്നതിന് പകരം നിങ്ങളൊരു ഏതെങ്കിലും എവിടെ പോയാലും ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കണം, അത്രയും മതി. ഒരു ചികിത്സാ കാലയളവ് എന്ന് പറയുന്നത് ഈ ഒരു 3 മാസം 4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റുകൾ വരണം, അല്ലെ? പ്രത്യേകിച്ച് ഒരു തൈറോയ്ഡ് രോഗിയെ സംബന്ധിച്ചാണെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ് നിങ്ങൾ നോക്കണ്ടേ? നിങ്ങൾക്ക് നീർക്കെട്ടുകൾ കുറയുന്നുണ്ടോ? നിങ്ങളുടെ ദേഹം വേദനകൾ മാറുന്നുണ്ടോ? നിങ്ങളുടെ ക്ഷീണം മാറുന്നുണ്ടോ? നിങ്ങൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടോ? ഫിസിക്കലിയും മെന്റലിയും നിങ്ങൾ ആക്റ്റീവ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ഉറക്കക്ഷീണം മാറുന്നുണ്ടോ? രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ടെൻഷൻ കുറയുന്നുണ്ടോ? ഇതൊക്കെയാണ് നമുക്ക് ശരിയായ ചികിത്സയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനുണ്ടാവേണ്ട മാറ്റം. അതോടൊപ്പം നമ്മൾ പുതിയ മരുന്നുകൾ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ശരിക്കും ശരിയായ ചികിത്സയാണോ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറയും ഞാനാണ് നല്ല ട്രീറ്റ്മെന്റ് തരുന്നത്. മറ്റൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ പറയും, അല്ലെ മറ്റൊരു സിസ്റ്റത്തിലുള്ളവർ പറയും അവരുടേതാണ് ശരിയായ ചികിത്സ, അല്ലെ? എല്ലാവർക്കും തങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഏറ്റവും ശരിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ എടുക്കുന്ന രോഗിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ? ലാബ് വാല്യൂസ് പോട്ടെ, ഫിസിക്കലി നിങ്ങൾക്ക് ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം, അതിപ്പോ ഇവിടുത്തെ ചികിത്സയാണെങ്കിൽ പോലും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതല്ല, നിങ്ങളുടെ ശരീരത്തിന് സൂട്ടാവുന്നതും ശരിയായ ചികിത്സയല്ല നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ ഇത്രയധികം സപ്ലിമെന്റുകളും ഇത്രയധികം മരുന്നുകളും കഴിച്ചിട്ടും എന്തേ ഇവരുടെ പ്രശ്നങ്ങളൊന്നും മാറാത്തെ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ? അതുകൊണ്ട് ശരിയായ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് കുറവ് വരും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയും, നിങ്ങളുടെ വേദനകൾ കുറയും, നിങ്ങളുടെ ക്ഷീണം മാറും, നിങ്ങൾ ആക്റ്റീവ് ആവും, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ആവും. ഈ വക ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയ ചികിത്സയല്ല, പറ്റുന്ന സ്ഥലത്ത് മാറിപ്പോയി ശരിയായ ചികിത്സ കണ്ടുപിടിക്കുക. താങ്ക് യു.